ഹായ്, നമുക്ക് ഒരു പെരി ബിരിയാണി ഉണ്ടാക്കിയാലോ. കുഴിമന്തിയേക്കാൾ ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുന്നതാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള ഇട്ട് ഇത് അടിച്ചെടുക്കാം. അടിച്ച മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങ, അതിലേക്ക് കുരുമുളക്, ചില്ലി ഫ്ലെക്സ്, അരിമോദകം, പെരിഞ്ജീരകം, ടൊമാറ്റോ സോസ്, ചില്ലി ഫ്ലെക്സ്, കോൺഫ്ലവർ, മൈദ, ഉപ്പ്, ലെമൺ ജ്യൂസ്, ഓയിൽ, ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, പട്ട, ഏലക്ക, പെരിഞ്ജീരകപ്പൊടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിൽ ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം, പട്ട, ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. വെള്ളം തിളക്കുമ്പോൾ ബസുമതി അരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ലൈം ജ്യൂസ് ഇടുക, ഉപ്പിടുക. വെന്ത് കഴിയുമ്പോൾ ഇത് മാറ്റി വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ഗ്രേവി പരമാവധി ഒഴിച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കി ചിക്കൻ നമുക്ക് ഇറക്കാം. ഈ മുരി നമുക്ക് മാറ്റി വെക്കാം. തവയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മുരിച്ചെടുക്കണം. നമുക്ക് മുരിച്ച് കോരിയെടുക്കാം. ഈ വറുത്ത് പോരുന്നത് നമുക്ക് ചിക്കനും റൈസിനും ഇട്ട് കൊടുക്കേണ്ടതാണ്. ബാലൻസുള്ള എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ബാലൻസുള്ള മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ്റെ മരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ഒന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് തിരുമ്പി പൊടിക്കണം. ഇത് പട്ട, ഏലക്ക, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ബിരിയാണി ചെമ്പരത്ത് വെച്ചിട്ട് വേവിച്ച റൈസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒണിയൻ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. മാറ്റിയ ചെമ്പിലേക്ക് അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച മിക്സ് ഇട്ട് കൊടുത്ത് മല്ലിയിലയും കറിവേപ്പില ഇട്ടിട്ട് വാഴ വെച്ച് മൂടുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ച റൈസ് മിക്സ് ഇട്ട് കൊടുക്കുക. മേളിൽ അല്പം മല്ലിയില വിതറി കൊടുക്കുക. എന്നിട്ട് ഒരു കട്ടിയുള്ള പാൻ അടപ്പേൽ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കുക. ബിരിയാണി മൂടിയിട്ട് നമുക്ക് അതിന് ദമ്മിടാം. ദമ്മിടുന്നത് ചിക്കൻ സോഫ്റ്റ് ആകാനാണ്. ഒരുപാട് നേരം ചിക്കൻ ദമ്മിടരുത്. ചിക്കൻ്റെ മസാല എല്ലാം അതിൻ്റെ നിന്ന് വിട്ടുപോകും. ചിക്കൻ പെരി ബിരിയാണി റെഡി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയുക. നല്ല കുഴിമന്തേക്കാൾ ചെയ്യാനും എളുപ്പമാണ്, ടേസ്റ്റുമാണ്. ഒരു വട്ടം ട്രൈ ചെയ്യുക. അത്ര ടേസ്റ്റാണ്. ഇത് ഹെൽത്തിയാണ്. അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല, അധികം മസാലകളില്ല. ഇതിന് കറികളൊന്നും തന്നെ വേണമെന്നില്ല. കുഴിമന്തി കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും. ഒരു വട്ടം നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളിത് ഉണ്ടാക്കും. കുഴിമന്തി ഒന്നും മേടിച്ച് കഴിക്കില്ല, ബിരിയാണിയും മേടിച്ച് കഴിക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. റൈസ് ഇല്ലെങ്കിൽ കൂടി ഈ ചിക്കൻ കഴിക്കാൻ അത്ര ടേസ്റ്റാണ്. ചിക്കനും പൊറോട്ടയും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോഴത്തെ വീഡിയോയിൽ കാണാം.